ഓയൂർ തട്ടിക്കൊണ്ടുപോകലും. മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. CBI കേസിൽ ഡൽഹി മുഖ്യമന്ത്രിക്ക് ജാമ്യം നൽകിയത് സുപ്രീം കോടതി. കൂട്ടിലടച്ച തത്തയല്ലെന്ന് CBI തെളിയിക്കണമെന്ന് ജസ്റ്റിസ് ഭുയാൻ. EDയുടെ കസ്റ്റഡിയിലിരിക്കെയുള്ള CBI അറസ്റ്റ് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് കോടതി. K-ഫോൺ പദ്ധതിയിൽ ക്രമക്കേട് കണ്ടെത്താനായില്ലെന്ന് ഹൈക്കോടതി. VD സതീശന്റെ ഹർജി തള്ളി. CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് കോടതി. ഇൻഡിഗോ വിമാനത്തിൽ യാത്ര വേണ്ടെന്ന തീരുമാനം പിൻവലിച്ച് EP ജയരാജൻ. ബഹിഷ്കരണം അവസാനിപ്പിച്ച് ഇൻഡിഗോയിൽ ഡൽഹിക്ക് പോയി. ബഹിഷ്കരണത്തെക്കാൾ വലുത് യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിക്കലെന്ന് ജയരാജൻ. വിമാന കമ്പനിക്ക് ഒരു കസ്റ്റമറെ കൂടി കിട്ടിയെന്ന് K മുരളീധരന്റെ പരിഹാസം. നല്ലതാണ്, ഇന്ത്യക്ക് ഒരു പാസഞ്ചറിന്റെ കാശ് അധികം കിട്ടുമല്ലോ. അതിലൊന്നും അർത്ഥമില്ല. ഏതെങ്കിലും വിമാന കമ്പനികളോട് യുദ്ധം പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമില്ല. സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വൈകിട്ട് ഡൽഹിയിലെ വീട്ടിലെത്തിക്കും. അന്തിമോപചാരം അർപ്പിക്കാൻ കേരളത്തിൽ നിന്ന് നേതാക്കൾ ഡൽഹിയിലേക്ക്. പൊതുദർശനം നാളെ രാവിലെ 11 മുതൽ AKG ഭവനിൽ. നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF MLA-മാർക്കെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി. ശിവദാസൻ നായർ, MA വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർ വിചാരണ നേരിടേണ്ടതില്ല. ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് KK ലതിക, ജമീല പ്രകാശം എന്നിവരുടെ പരാതിയിൽ. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊലപ്പെടുത്തിയത് പ്രതികളായ മാത്യുവും ശർമിളയും ചേർന്നെന്ന് പോലീസ്. നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചുമാണ് കൊലയെന്ന് പോലീസ്. അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളെ ആലപ്പുഴയിലെത്തിച്ചു. ഏറെ കോളിളക്കമുണ്ടാക്കിയ കൊല്ലം ഓയൂരിലെ 6 വയസ്സുകാരിയുടെ തട്ടിക്കൊണ്ടുപോകൽ. ഈ കേസിൽ ഇപ്പോൾ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. ന്യൂസ് 18 പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഇതിലേക്ക് നയിച്ചത്. ഇതേ തുടർന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ തുടരന്വേഷണം വേണം എന്നുള്ള അപേക്ഷ നൽകിയത്. ഈ അപേക്ഷ കോടതി അംഗീകരിക്കുകയായിരുന്നു. 3 പേരായിരുന്നു ഈ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്നത്, ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നത്. ഇവരെ കൂടാതെ ഒരാൾ കൂടി തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിൽ ഉണ്ടെന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ സഹോദരൻ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇക്കാര്യം കുടുംബം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ന്യൂസ് 18 ഇത് വലിയ രീതിയിൽ വാർത്തയായി നൽകിയതിന് പിന്നാലെയാണ് കോടതിയിൽ ഈ ആവശ്യം അന്വേഷണ സംഘം ഉന്നയിച്ചത്. അന്വേഷണം തൃപ്തികരമല്ല എന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. അതുപോലെ തന്നെ ADGP MR അജിത് കുമാർ ഈ കേസ് അട്ടിമറിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം കുടുംബത്തിനുണ്ടായിരുന്നു. ഇക്കാര്യവും ന്യൂസ് 18 കുടുംബം വെളിപ്പെടുത്തിയിരുന്നു. ഈ കാര്യങ്ങൾ വലിയ വിവാദമായതിന് പിന്നാലെയാണ് തുടരന്വേഷണം വേണം എന്നുള്ള ആവശ്യം അന്വേഷണ സംഘം തന്നെ കോടതിയെ അറിയിച്ചത്. ഇതോടൊപ്പം തന്നെ 2ാം പ്രതിയായ അനിതാകുമാരിക്ക് കോടതി ജാമ്യവും അനുവദിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന സഹോദരന്റെ മൊഴിയാണ് ഇക്കാര്യത്തിൽ നിർണായകമായത്. അന്വേഷണം ഇതേക്കുറിച്ച് പോലീസ് നടത്താത്തതാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംശയത്തിന് ഇട നൽകിയിരിക്കുന്നതും തുടരന്വേഷണം വേണമെന്നും ഇപ്പോൾ കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നു. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. പിതാവ് നേരത്തെ ന്യൂസ് 18 ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്റ്റ് ആണിത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇത് കുട്ടിയുടെ പിതാവായ റെജി ഇക്കാര്യം ഡാനിനോട് സംസാരിച്ചതാണ്, ഇങ്ങനൊരു സംശയം ഉണ്ട് എന്ന്. അത് മാത്രമല്ല ADGP MR അജിത് കുമാറിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അത് കുട്ടിയുടെ സംശയം മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നുവെന്ന്. അതുപോലെ ഒരു പ്ലോട്ട് ഉണ്ടാക്കുകയാണോ പോലീസ് എന്നുള്ള സംശയവും ബലപ്പെട്ടിരുന്നു. ഇപ്പോൾ കോടതിയിൽ അന്വേഷണ സംഘം എന്തായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്? ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തൊക്കെയാണ്? MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആരോപണങ്ങളും ഉയരുന്നതിനിടയിലാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം 5-ാം തീയതി അബിഗേൽ സാറ റെജി എന്ന കൊല്ലം ഓയൂർ സ്വദേശിനിയായ 6 വയസ്സുകാരിയുടെ പിതാവ് റെജി ജോണുമായി ഞാൻ ഫോണിൽ സംസാരിച്ചത്. അപ്പോഴാണ് അദ്ദേഹം ഈ പൊതുസമൂഹത്തിനും തങ്ങളുടെ ബന്ധുക്കൾക്കുമൊക്കെ ഇക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളല്ല പുറത്തു വന്നിരിക്കുന്നത്. ഇതിലെന്തോ ഒത്തുകളി നടന്നിട്ടുണ്ട്, ഫാബ്രിക്കേഷൻസ് ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ നൽകുന്ന തരത്തിൽ എന്നോട് പ്രതികരിച്ചത്. സ്വാഭാവികമായി അദ്ദേഹം പ്രധാനമായി എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പത്മകുമാറിനും അനിതകുമാരിക്കും മകൾ അനുപമയ്ക്കും
ശ്രമിക്കും. വലിയ തരത്തിലുള്ള സ്വത്തുക്കളുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ചാത്തന്നൂരിൽ മാത്രം ഏതാണ്ട് 4000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുണ്ട്. പോളച്ചിറയിൽ 7 ഏക്കറോളം വരുന്ന ഫാം ഹൗസ് ഉണ്ട്. അവിടെ 2 വീടുകൾ ആ ഫാം ഹൗസിനുള്ളിലുണ്ട്. 2 ആഡംബര വാഹനങ്ങളുണ്ട്. ഇത്രയധികം സ്വത്തുക്കളുള്ള ഒരു കുടുംബം വെറും 10 ലക്ഷം രൂപയുടെ ബാധ്യത തീർക്കാനായി ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് വന്ന് ഈ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി വിലപേശൽ നടത്തി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളാനാകുമെന്ന തരത്തിലുള്ള ആശങ്കയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞത്. അതോടൊപ്പം ഏറ്റവും ദുരൂഹത ഉണർത്തുന്ന തരത്തിൽ വ്യക്തമായ ഒരു കാര്യം, ഈ കേസിൽ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് പത്മകുമാറിനെയും അനിതാകുമാരിയെയും മകൾ അനുപമയും പിടികൂടാൻ പോലീസിന് നിർണായകമായ വിവരങ്ങൾ കൈമാറിയത് അബിഗേൽ സാറ റെജിയുടെ സഹോദരൻ ജോനാഥൻ ആയിരുന്നു. ജോനാഥൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ കടന്നുപോയ സഞ്ചരിച്ച വാഹനത്തെ സംബന്ധിച്ചും അവരുടെ രേഖാചിത്രം സംബന്ധിച്ചുമൊക്കെ കൃത്യമായ ഒരു ധാരണയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കും അന്വേഷണ സംഘത്തിനും എത്താൻ കഴിഞ്ഞത്. സ്വാഭാവികമായി അതേ ജോനാഥൻ തന്നെയാണ് അന്വേഷണ സംഘത്തോട് അത് കൃത്യമായി വ്യക്തമാക്കിയത്. ഈ സംഘത്തിൽ 4ാമതൊരാൾ കൂടിയുണ്ട്, അതൊരു പുരുഷനാണ് എന്ന്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ എന്ന കൊല്ലം പോലീസ് ക്ലബിന് മുമ്പിൽ പ്രതികരിച്ചത് അത് കുട്ടിയുടെ തോന്നൽ മാത്രമായിരിക്കാമെന്നാണ്. സ്വാഭാവികമായി നമുക്കറിയാം ഇത്തരം വിവാദമാകുന്ന കേസുകളിൽ എല്ലാ സാധ്യതകളും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ എങ്ങനെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു? ഇതായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ദുരൂഹത ഉണർത്തുന്ന കാര്യം. അതോടൊപ്പം ഈ 2 കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തുകയും ഈ ജോനാഥൻ വളരെ സാഹസികമായി ഈ വാഹനത്തിൽ നിന്ന് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടു പോകാനുള്ള നീക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വടികൊണ്ട് വാഹനത്തിൽ അടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് വീഴുകയുമായിരുന്നു. സ്വാഭാവികമായി അങ്ങനെ 3 പേർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ 2 കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് എങ്ങനെ ഇവർ തിരികെ വാഹനത്തിലേക്ക് കയറി അമിത വേഗത്തിൽ വാഹനം ഓടിച്ചുപോയി? ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. അവിടെയാണ് ഇവർക്കൊപ്പം 4ാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ 4ാമതുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പുരുഷൻ ആരാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉയർന്നത്. അവിടെ കൃത്യമായ ഒരു അന്വേഷണം അന്ന് നടന്നില്ല എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട വെളിച്ചം വീശാവുന്ന തരത്തിലേക്കുള്ള തെളിവുകളടക്കം നശിപ്പിക്കപ്പെട്ടോ എന്ന തരത്തിലുള്ള ആശങ്കകളും ഉയർന്നു വന്നിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതി ന്യൂസ് 18 വാർത്ത പുറത്തുവിടുന്നത്. അത് ക്രൈംബ്രാഞ്ച് സംഘം കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയെ അറിയിക്കുകയായിരുന്നു. അവിടെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിർണായകമായ ഇടപെടലുണ്ടായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ശരി ഡാനും അബിഗേൽ സാറ റെജിയുടെ പിതാവായ റെജിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു നേരത്തെ. അത് ന്യൂസ് 18 പുറത്തുവിട്ടതിന് ശേഷമാണ് അന്വേഷണ സംഘത്തിനും ഇത്തരം ഒരു സംശയം ഉണ്ടാവുകയും എന്നാൽ അന്വേഷണം കൂടുതൽ നടത്തണം എന്നുള്ള ആവശ്യം അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്തത്. നിർണായകമായി മാറിയ ആ ഫോൺ സംഭാഷണം ഇപ്പോൾ വീണ്ടും കേൾക്കാം. നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാര്യം അത്തരത്തിലൊരു സാമ്പത്തിക ബാധ്യത കൊണ്ട് അവർ ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. പക്ഷെ എങ്കിലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തിൽ ഇരിക്കുന്നതും അന്വേഷണം അന്വേഷിച്ച് ആ കാര്യങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ അതിനകത്തോട്ട് കൂടുതൽ ഇൻവോൾവ് ആയില്ല. കാരണം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഇന്ന് നമുക്കറിയാം സമൂഹത്തില് പല കുഞ്ഞുങ്ങളും ഇങ്ങനെ സംഭവത്തില് ഏത് രീതിയിലാണ് സാഹചര്യമുണ്ട്. പക്ഷെ ആ പിന്നീട് ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞിനെ ഒരു പോർണ പോലും ഏക്കാതെ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൈ കിട്ടി. അല്ല, അത് മനസ്സിലാക്കുന്നു. ഞാൻ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം ഈ 3 പേർക്ക് പുറമെ വേറെ ആരെങ്കിലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊരു സംശയം നിങ്ങൾ പോലീസിനോട് പറയുകയോ ആ രീതിയിലേക്ക് ഇവർ അന്ന് അന്വേഷണം നടത്തുകയോ ചെയ്തിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മള് പലപ്പോഴും ആ ഒരു അന്വേഷണ സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, സാറേ നമുക്ക് അപ്പം എന്റെ മകൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട് 4ാമതൊരാളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പിന്നീട് 4ാമതൊരാളല്ല 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. ജോനാഥൻ അന്ന് പറഞ്ഞത് 4 പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു മെയിൽ, ഒരാണും ഒരു അങ്കിളും ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അത് അന്വേഷണത്തിന് നമുക്ക് 3 പേരെ ഉള്ളെന്നുള്ളതായിട്ടാണ്. അതായത് ഈ ചിത്രത്തിലേക്ക് ഈ 4ാമതുള്ള അജ്ഞാത വ്യക്തി, നിങ്ങളുടെ മോഹൻ പറഞ്ഞ ഈ അജ്ഞാത വ്യക്തി എന്ന ആള് പിന്നീട് ഈ ചിത്രത്തിലില്ല, ഈ കേസിൽ. മോന് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു അന്നും 4 പേരുണ്ടായിരുന്നു, 4 പേരാ അതില് ഫ്രണ്ടിൽ ഒരു അങ്കിളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ആ പുള്ളി ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അന്വേഷണ സംഘത്തിന്റെ ഇതിൽ വന്നേക്കുന്നത് അവർ 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. മോന് ചിലപ്പം അങ്ങനെ തോന്നിയതാവാം എന്ന്
പറയുകയുണ്ടായി. അല്ല, ബാക്കി മോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായി വരികയും നാലാമതുള്ള ഈ ആളെ പറ്റി ഉള്ള കാര്യം മാത്രം മോന് തോന്നിയതാണ് എന്നാണ് അവർ പറയുന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. മോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവാർഡ് കൊടുക്കുന്ന തരത്തിലേക്ക് വരെ ഈ പോലീസ് എത്തിയായിരുന്നു അല്ലെ? അതെ, തീർച്ചയായിട്ടും പറഞ്ഞാൽ ആ ഒരു ഛായാചിത്രം വരയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അവരെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ, അപ്പൊ അവരോട് ചോദിച്ചാൽ അറിയാം. നമുക്ക് അന്ന് വന്ന് ഛായാചിത്രം വരയ്ക്കാൻ വന്നവരുടെ ചോദിച്ചാൽ പോലും അവരന്ന് ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത് വ്യക്തമായിട്ട് മോനും മോളും അവരുടെ മുഖം എങ്ങനെയാണ്, ഏത് ഷേപ്പാണെന്നുള്ളത് വ്യക്തമായിട്ട് അവരാണ് അവർക്ക് ഇത് ചെയ്തു കൊടുത്തത്. അതായത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ രേഖാചിത്രം വരയ്ക്കുകയും അവരെ പിടികൂടാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു കാര്യം, അതായത് ഈ നാലാമതൊരു വ്യക്തി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നെന്ന് ജോനാഥൻ കൊടുത്ത മൊഴിയിൽ പിന്നീട് അന്വേഷണം നടന്നിട്ടില്ല. അത് പിന്നെ അവര് മകൻ കൊടുത്തു. പക്ഷെ അവര് അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു വ്യക്തി ഇല്ല, 3 പേരെ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് ആ കാര്യം വന്നെത്തുകയുണ്ടായി. അല്ല, അങ്ങനല്ല. ഈ നാലാമതൊരു വ്യക്തി ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതാരാണ്? ADGP ആയിരുന്നു. അവരാണ് അന്വേഷണ സംഘമാണ് പറയുന്നത് നാലാമതൊരു വ്യക്തി ഇല്ല എന്നുള്ളത്. ബാക്കി മോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജോനാഥൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ്. ഈ ഒരു കാര്യം മാത്രമില്ല, ഈ കുടുംബത്തിലേക്ക് അങ്ങ് ഒതുങ്ങി. ഒതുങ്ങി. കാര്യം വെള്ള കാറെന്ന് പറയുന്നു, മറ്റേ ലേഡീസിന്റെ കാര്യങ്ങൾ പറയുന്നു, കാറിൽ പുള്ളിക്കാരൻ തൊപ്പി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം പറയുന്നത് എല്ലാം കറക്റ്റ് ആയിരുന്നു. അവൻ കമ്പ് കൊണ്ട് അടിച്ചെന്ന് പറയുന്നത് കറക്റ്റ് ആയിരുന്നു. വണ്ടിയിൽ തൂങ്ങി അവന്റെ മുട്ട് മുറിഞ്ഞെന്നുള്ളത് പറയുന്നു. അതെല്ലാം എല്ലാ കാര്യങ്ങളും വൈറ്റ് കാറാന്ന് പറയുന്നു. ഇതെല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ അവൻ അതിന്റെ എല്ലാം പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, നാലാമതൊരാളുണ്ടായിരുന്നു എന്ന്. അതവൻ അന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. പിന്നീട് അതൊരു പുരുഷനായിരുന്നു എന്നാണോ പറഞ്ഞത്? അത് പുരുഷനായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ. അപ്പൊ ഈ എന്റെ സംശയമുള്ള കാര്യം, ഈ അങ്ങനെ ഇവര് ഈ 3 പേരിലേക്ക് അന്വേഷണം ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നാണ് റജി മനസ്സിലാക്കുന്നത്? റജിക്ക് അപ്പോഴുണ്ടായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സംബന്ധിച്ച് ഒരു അന്വേഷണ സംഘം അന്വേഷിച്ച് അത് 3 പേരാണ്, സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് ചെയ്തത്, അവരങ്ങനെ ചെയ്തതാണെന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞായിരുന്നു. പിന്നെ എന്താണെന്നുള്ളത് ഇനി നിയമം അല്ല, ഇത് ഒരുപാട് കുട്ടികളെ ഇതുപോലെ കാണാതെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന സത്യം നിങ്ങൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മറ്റു കുട്ടികളുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അറിയാൻ സാധിച്ചത് ഇവരുടെ ലിസ്റ്റിൽ തന്നെ കുട്ടികൾ എണ്ണം കൂടുതലുണ്ടെന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അതായത് ഈ പോലീസ് പിടിച്ചെടുത്ത ലിസ്റ്റിൽ അവരുടെ ഒരു ഡയറിയോ എന്തോ ഒരു ഇതില് അവരുടെ ലിസ്റ്റിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഇത് എണ്ണം ഉണ്ടെന്നുള്ളതാണ് അന്നത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാനിപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ, ഞാൻ അന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. കാര്യം എന്റെ ഒരു കുഞ്ഞല്ല, നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നാളെ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന്റെ പേരില് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇവര് നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് പോകാതെ അന്വേഷണം യഥാർത്ഥമായി പറഞ്ഞാൽ കുറച്ചും കൂടെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും എവിടെങ്കിലും എത്തിച്ചേർന്നേ. അല്ല, അങ്ങനെ എന്റെ സംശയം ഒരു കാര്യം കൂടെ, അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയധികം നാളായി ഈ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ അതിലൊരു തുടർന്നൊരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നമുക്ക് വേണമെങ്കിൽ അന്വേഷണ സംഘത്തിനോട് ഇത് തൃപ്തികരമല്ല, ഇതൊരു പുനരന്വേഷണം വേണമെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സംബന്ധിച്ച് ഒരു ഓപ്പൺ മൈൻഡിൽ ഞാൻ പറയുന്നത് പറയാം, നമ്മുടെ ഒരു വിശ്വാസ രീതി അനുസരിച്ച്, നമ്മുടെ രീതി അനുസരിച്ച് നമ്മുടെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ ലോകം മുഴുവനും കണ്ണീരോടെ പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞിനെ കിട്ടി. ഇപ്പോഴും നമ്മള് മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിന് ആരാണ് ഇത് തെറ്റ് ചെയ്തത്, ആരാണ് കുറ്റം ചെയ്തത്, അല്ല ആരാണ് ഇത് ചെയ്തത്, അവർക്ക് അവരുടെ ശിക്ഷ ദൈവം കൊടുക്കും അല്ലെങ്കിൽ കാലം നാളെ അവർക്ക് കൊടുക്കും എന്നുള്ള നിങ്ങളുടെ വിശ്വാസവുമായി തുടരട്ടെ. അതുമല്ല, ഒരു തുടരന്വേഷണം ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യം നമുക്ക് അതിനുള്ളൊരു ആസ്തിയോ അല്ലെങ്കിൽ അതിനൊരു പിടിപാടോ മറ്റോ കാര്യങ്ങളോ ഇല്ല. എവിടെ എത്തിച്ചേരും, എന്താവും എന്നുള്ളൊരു ഇത് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു സന്ദേഹമുണ്ട്, ഈ ഒരു വിഷയത്തിലൊരു സന്ദേഹം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, പൊതുസമൂഹത്തിനും ഉണ്ട്, ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പിന്നീട് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥർ എപ്പോഴെങ്കിലും സംസാരിക്കുകയോ ഇതിന്മേൽ തുടർ നടപടികളുമായി മുമ്പോട്ട് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം തരിക, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ലില്ല, ഒന്നും തന്നിട്ടില്ല. നമ്മള് പിന്നീട് ഇവരുമായിട്ട് ആരുമായിട്ടും സംസാരിച്ചിട്ടില്ല.
പിന്നീട് ഞാൻ ഇടയ്ക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇങ്ങനെ കഴിഞ്ഞ 30-ാം തീയതിയിലെ കേസ് എന്തായെന്ന് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് റജി കേസ് 6-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചേക്കുവാണെന്ന് പറഞ്ഞത്. അതായത് ഈ എം.ആർ. അജിത് കുമാർ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ഈ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം ഈ ആളുകൾക്ക് മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വിശദീകരിച്ചെന്നൊരു നിലപാടിലാണോ നിങ്ങൾ ഈ കുടുംബം ഉള്ളത്? ഞങ്ങളുടെ കുടുംബം അതല്ല, പൊതുസമൂഹം ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു പ്രസ്താവന ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളത്. അതിനകത്ത് ചില വാക്കുകൾ എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ് എന്നുള്ളത് പൊതുസമൂഹം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്തോട്ട്, ഞാൻ പറഞ്ഞില്ല, നമ്മൾ അതിനകത്തോട്ട് ഡീപ്പായിട്ട് കാര്യങ്ങളൊന്നും നമ്മൾ ആരുടെയും അതിനോടൊരു പ്രതികാര രീതിയിലോ ഒന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ആരാണോ തെറ്റ് ചെയ്തത്, ആരാണോ ചെയ്തത്, അവർക്ക് ശിക്ഷ ലഭിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ലഭിക്കും എന്നുള്ളൊരു ചിന്താഗതിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് പോകാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു പുനരന്വേഷണം അല്ലെങ്കിൽ ആ രീതിയിലോട്ട് പോകണം, അല്ലെങ്കിൽ ഈ കേസ് ഇത് അന്വേഷണം ശരിയായില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാമ്പത്തികമോ ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടോ ഒന്നും നമുക്കില്ല. ഓയൂർ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. ന്യൂസ് 18 വാർത്ത അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും അങ്ങനെ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയുമാണ് ചെയ്തത്. ന്യൂസ് 18 വാർത്ത ഇതായിരുന്നു. ഇപ്പോൾ കേട്ട അഭിഗേൽ സാറ റെജിയുടെ പിതാവായ റെജിയും ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനും തമ്മിലുള്ള ഫോൺ സംഭാഷണം. ഇതിലാണ് പിതാവ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഈ കേസിനെ കുറിച്ച് സംശയങ്ങളുണ്ട്, 4-മതൊരാൾ കൂടി ഉണ്ടായിരുന്നു തട്ടിക്കൊണ്ടുപോയവരുടെ സംഘത്തിൽ എന്ന് കുട്ടിയുടെ സഹോദരൻ വെളിപ്പെടുത്തിയതാണ്. കുട്ടിയുടെ സഹോദരന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു കേസ് അന്വേഷണം മുന്നോട്ട് പോയത്. അപ്പോൾ അതിന് തുമ്പുണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നത്. പക്ഷേ ആ 4-മതൊരാളെ കുറിച്ചുള്ള അന്വേഷണം നടന്നില്ല. ഇക്കാര്യം അന്വേഷിക്കുവാനാണ് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടി. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. CBIയുടെ കേസിലാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. നേരത്തെ ED കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയതാണ്. CBIയുടെ അറസ്റ്റ് നിയമപരമായി അല്ല എന്നുള്ള കാര്യം ജസ്റ്റിസ് ഭുയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ജസ്റ്റിസ് സൂര്യകാന്ത് അറസ്റ്റിൽ നിയമപരമായ തടസ്സമുണ്ടായിരുന്നില്ല എന്നായിരുന്നു ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും 2 ജഡ്ജിമാരും ഒരേ നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് കെജ്രിവാളിന് ജാമ്യം നൽകാമെന്ന്. ഈ കേസിൽ കുറ്റപത്രം നൽകിയിരുന്നു. വിചാരണ നീണ്ടുപോകുവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നത്. മാർച്ച് 21-നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത്. അതിനുശേഷം ഇടക്കാല ജാമ്യം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് സമയത്ത് കിട്ടിയിരുന്നതാണ്. അതിനുശേഷം വീണ്ടും തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടി വന്നു. അതിനിടെ ED കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരുന്നു. പക്ഷേ CBI കേസ് അതിനിടയ്ക്ക് അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. CBI അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ CBI കേസിലും സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. കൂടുതൽ വിവരങ്ങൾ കിരൺ ബാബു നൽകും. അതിനു മുൻപ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകന്റെയും മനീഷ് സിസോദിയുടെയും പ്രതികരണങ്ങൾ കേൾക്കാം. देखिए, ये बहुत बड़ा दिन है, बहुत राहत का दिन है। 5 महीने से माननीय मुख्यमंत्री दिल्ली की जनता की सेवा नहीं कर पा रहे थे। जिस तरीके से वो अरेस्ट होने की वजह से आज माननीय सर्वोच्च न्यायालय ने बेल ग्रांट कर दी है और अब अरविंद केजरीवाल जी शाम को बाहर आएंगे और दिल्ली की जनता की सेवा में पूरी तरीके से। जो गिरफ्तारी को लेकर दोनों जजेस के अपने अलग अलग पॉइंट ऑफ व्यू हैं। दोनों जजेस के अलग अलग व्यूज आए हैं। उसमें डिटेल ऑर्डर आने के बाद मैं उस पर कोई कमेंट करूंगा, लेकिन ये बात तय है कि बेल ग्रांट हो गई है। अरेस्ट पे दोनों जजेस के अलग अलग व्यूज तो हैं। ऐसे में क्या वो दफ्तर अटेंड कर पाएंगे, चूंकि ये कहा जा रहा है, एक्सपर्ट्स कह रहे हैं? नहीं, ऐसी कोई कंडीशन नहीं है। माननीय मुख्यमंत्री अपनी तरफ से पूरी तरीके से मुख्यमंत्री पद को निभा पाएंगे। ऐसी कोई कंडीशंस अभी तक मेरी नॉलेज में नहीं है। बाकी डिटेल ऑर्डर आने के बाद उसके बारे में एक्सपर्ट जांच में सहयोग करेंगे। जब भी कोर्ट्स में हियरिंग होगी उसमें इन पर्सन या एग्जम्पशन अलाउ करेगी कोर्ट तो उसके अकॉर्डिंगली फॉलो करना पड़ेगा। 10 लाख रुपए का मुचलका है, उसको फॉलो करना पड़ेगा। और इस तरह की और कोई जनरल कंडीशन है, CBI के जो मैटर्स हैं इस पे कोई जनरल कमेंट्स नहीं कर पाएंगे। हम सब खुश हैं। हम लोग बहुत देर से इस न्याय की उम्मीद कर रहे थे। आज न्याय हुआ है। आप सच को दबा सकते हो लेकिन मिटा नहीं सकते। भगवान के घर में देर है लेकिन अंधेर नहीं। दोनों जज साहिबान के सहमति से फैसला है ये, और बहुत जल्द केजरीवाल जी बाहर आएंगे। चूंकि इस केस के बारे में माननीय उच्चतम न्यायालय ने कई बार अपने बेल ऑर्डर्स के माध्यम से बताया, लेकिन साथ साथ बात सिर्फ केजरीवाल जी की जमानत की नहीं है।
आज माननीय सुप्रीम कोर्ट ने भारतीय जनता पार्टी को भी एक बहुत बड़ा संदेश दिया है कि तुम्हें अपनी तानाशाही बंद करनी पड़ेगी। आज माननीय सुप्रीम कोर्ट का आदेश भारतीय जनता पार्टी के मुंह पे एक कड़ा तमाचा है कि आप एजेंसियों का दुरुपयोग कर रहे हो। आपने एजेंसियों को अपना केज पैरेट बना के रखा हुआ है। ऑनरेबल सुप्रीम कोर्ट ने बहुत साफ शब्दों में कहा कि सीबीआई केज पैरेट की तरह से काम कर रही है। माननीय सुप्रीम कोर्ट का यह फैसला सिर्फ पार्टी, सरकार या व्यक्ति के लिए, हमारे लिए महत्वपूर्ण नहीं है। केवल देश के आम आदमी को ऑनरेबल सुप्रीम कोर्ट का साफ संदेश है, साफ भरोसा है कि आप चिंता मत करो। अगर कोई तानाशाही चलाएगा, अगर कोई एजेंसियों का दुरुपयोग करेगा, तो देश का संविधान उसकी रक्षा के लिए है। संदेश साफ है ऑनरेबल सुप्रीम कोर्ट का। അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. മദ്യനയ കേസിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ്. CBIയുടെ അറസ്റ്റ് ഉണ്ടായിരുന്നു കെജ്രിവാളിന്റെ. ED കേസിൽ ജാമ്യം കിട്ടിയതിനു ശേഷം ഇതിലാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. ഇതിൽ ഭിന്നവിധി കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ട് ജഡ്ജിമാർക്കും പക്ഷേ ജാമ്യം നൽകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷേ CBIയുടെ നിലപാടിനെ കുറിച്ച് രണ്ട് നിരീക്ഷണങ്ങളാണ് ജഡ്ജിമാർ നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയൻ അദ്ദേഹം വളരെ കർക്കശമായിട്ട് തന്നെയാണ് CBIക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നത്. നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ പരാമർശം, കൂട്ടിലടച്ച തത്ത എന്നുള്ള പരാമർശം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല എന്ന് CBI തെളിയിക്കണമെന്ന്. പക്ഷേ ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യത്തിൽ CBI അറസ്റ്റ് ചെയ്ത നടപടിക്രമത്തിൽ തെറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചു ജാമ്യം നൽകുന്നത്? മഞ്ജുഷ, അതായത് ഏകദേശം 5.5 മാസക്കാലമായി ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിട്ട്, പക്ഷേ ഇതിനിടയിൽ തന്നെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ CBI നേതൃത്വത്തിന് സാധിച്ചില്ല. എന്തിനാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത്? അതായത് ED കസ്റ്റഡിയിലിരിക്കെയാണ് അരവിന്ദ് കെജ്രിവാളിനെ CBI കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നത്. ആ സമയത്ത് EDയുടെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ധൃതി പിടിച്ച് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനൊരു നീക്കം CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. പക്ഷേ അതിൽ കൃത്യമായ മറുപടി നൽകാൻ CBI നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായി കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മഞ്ജുഷ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വിഭിന്ന വിധിയാണ് ഉണ്ടായത്. അതായത് ജാമ്യം നൽകുന്നതിൽ ഇരു ജഡ്ജിമാരും ഒരേ അഭിപ്രായം തന്നെ പങ്കുവെക്കുകയും ചെയ്തു. അതേസമയം CBIയുടെ അറസ്റ്റിനെ അത് നിയമപരമാണ് എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയത്. എന്നാൽ മറിച്ച വാദമാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയൽ വ്യക്തമാക്കിയത്. അതായത് എന്തിനാണ് തിടുക്കപ്പെട്ട് ഈ ഇത്തരത്തിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തിയോ, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ലഭ്യമായിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത്. ഒപ്പം തന്നെ CBIയുടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI ഏജൻസിയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചില ഇതിന്റെ വസ്തുതകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉറപ്പാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ CBI രാഷ്ട്രീയപ്രേരിതമായി വർക്ക് ചെയ്യുന്നു എന്നടക്കമുള്ള ചില ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കൂട്ടിലടച്ച തത്തയെ പോലെ പെരുമാറുന്നത് അതല്ല എന്ന് തെളിയിക്കാൻ CBI തയ്യാറാകണം. ഒപ്പം തന്നെ സീസറിന്റെ ഭാര്യയെ പോലെ വിശ്വാസ്യത നിലനിർത്തണം എന്നടക്കമുള്ള പരാമർശങ്ങൾ കൂടി ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഉജ്ജ്വൽ ഭുയൽ അത്തരത്തിൽ CBIക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതേസമയം ജസ്റ്റിസ് സൂര്യകാന്ത് ഈ ഒരു അറസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വരികയും ചെയ്തത്. എന്തായാലും ചില ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. 10 ലക്ഷം രൂപ ബോണ്ട് കെട്ടിവെക്കണം. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫയലിലും അദ്ദേഹം പരിശോധിക്കാൻ പാടില്ല. കൂടാതെ പൊതുസ്ഥലത്തോ മറ്റെവിടെയോ എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ പരാമർശങ്ങളും നടത്താൻ പാടില്ല. ഒപ്പം തന്നെ വിചാരണ കോടതിയുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള നടപടിക്രമങ്ങളിൽ കൃത്യമായ സഹകരണം ഉണ്ടാക്കണം എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ കൂടി സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം തീഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതും 5.5 മാസക്കാലത്തിന് ശേഷം. ശരി, അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് വൈകിട്ടോടുകൂടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. മറ്റൊരു വാർത്തയിലേക്ക്. ഫോൺ പദ്ധതിയിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. CBI അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു VD സതീശന്റെ ഹർജി. ടെൻഡറിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നും ടെൻഡർ തുക വർദ്ധിച്ചതിനെതിരെയും ആയിരുന്നു VD സതീശൻ ഹർജി നൽകിയിരിക്കുന്നത്. അഴിമതി നടന്നിട്ടുണ്ട് ഫോൺ പദ്ധതിയിൽ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി VD സതീശൻ ഉന്നയിച്ചിരുന്നത്. ഈ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. CBI അന്വേഷണം നടത്തേണ്ട ആവശ്യം ഇല്ല എന്ന് ഹൈക്കോടതിയുടെ വിധി. ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഹൈക്കോടതി വിധിയിൽ ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്.
ആജ്ഞ, ഇക്കാര്യത്തിൽ നേരത്തെ ഈ വാദം നടക്കുന്ന സമയത്ത് ചില വിമർശനങ്ങൾ വി ഡി സതീശന് നേരെ ഉണ്ടായതാണ്. എന്താണ് പൊതു താല്പര്യമെന്ന് ചോദിക്കുകയും ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എന്താണ് വിധിയിൽ പറയുന്നത്? മഞ്ജുഷ് നേരത്തെ തന്നെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ വാദത്തിനിടെ ഇതില് സതീശന് പൊതു താല്പര്യമാണോ അതോ പബ്ലിസിറ്റി താല്പര്യമാണോ എന്ന് കോടതി ചോദിക്കുകയും അതുപോലെ ലോകായുക്തയെ വിമർശിച്ചുണ്ടായിരുന്ന ഹർജിയിലുണ്ടായിരുന്ന പരാമർശങ്ങൾ കോടതിയുടെ വിമർശനത്തെ തുടർന്ന് സതീശനെ നീക്കം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2018 കരാർ ഇപ്പോൾ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നായിരുന്നു ഹൈക്കോടതി ചോദിച്ചത്. ഈ കെഫോണുമായി ബന്ധപ്പെട്ട പദ്ധതി കരാറിൽ അട്ടിമറി നടന്നിട്ടുണ്ട്, വൻ അഴിമതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഇതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ വിധി. മാത്രമല്ല, എന്താണ് ഇത്തരം കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഇത്രയും കാലഘട്ടം കഴിഞ്ഞ ശേഷം അതിന്മേലുണ്ടായിരുന്ന ഒരു പ്രത്യേക താല്പര്യം എന്താണ് എന്നും കോടതി ചോദിക്കുകയുണ്ടായി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് ശ്യാംകുമാർ V എന്നിവരുടേതാണ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. എന്തായാലും ഈ ഹർജിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റിട്ടുള്ളത്. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ വലിയ ആരോപണമായിരുന്നു കെഫോണിനെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നത്. അദ്ദേഹം അത് ഹർജിയുടെ രൂപത്തിൽ ഹൈക്കോടതിയിലും എത്തിച്ചിരുന്നു. CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യമായിരുന്നു ഹൈക്കോടതിയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. പക്ഷേ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടുകൂടി നടപടിക്രമങ്ങളുമായി ഇനി സർക്കാരിന് മുന്നോട്ട് പോകാം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ഇൻഡിഗോയോടുള്ള പിണക്കം മാറ്റിയിരിക്കുകയാണ് EP ജയരാജൻ. ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല എന്നുള്ള പ്രഖ്യാപനം EP ജയരാജൻ അവസാനിപ്പിച്ചു. അദ്ദേഹം ഇന്നലെ കരിപ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയത് ഇൻഡിഗോ വിമാനത്തിലാണ്. സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത്. ഇൻഡിഗോ വിമാനത്തിൽ നടന്ന ചില അനിഷ്ട സംഭവങ്ങളെ തുടർന്നായിരുന്നു നേരത്തെ അദ്ദേഹം ഇനി ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല എന്ന പ്രഖ്യാപനം നടത്തിയത്. ഇൻഡിഗോ വിമാന കമ്പനി നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നുള്ള കണ്ടെത്തലും നടത്തിയിരുന്നു. ഇനി ഒരിക്കലും കയറില്ല എന്നുള്ള ബഹിഷ്കരണ മുന്നറിയിപ്പ് അദ്ദേഹം ഇതോടെ പിൻവലിച്ചിരിക്കുകയാണ്. യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനാണ് താൻ മുൻഗണന കൊടുത്തത് എന്നായിരുന്നു ഇതിനുള്ള EP ജയരാജന്റെ മറുപടി. ജൂൺ 13 കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിൽ കേരള രാഷ്ട്രീയം കലാപകലുഷിതം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ സംഘടനകളുടെ സമരവേലിയേറ്റം. എവിടെയും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിമാനത്തിനുള്ളിലും മുഖ്യമന്ത്രിക്കു നേരെ കരിങ്കൊടി വീശി മുദ്രാവാക്യം വിളിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ അസാധാരണ പ്രതിഷേധം നടത്തിയത്. അവർ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് EP ജയരാജന്റെയും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെയും രക്ഷാപ്രവർത്തനം. മുമ്പെന്ന് ഓടി വരികയാണ് പിന്നോട്ട്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് മുഖ്യമന്ത്രിയെ നേരെയാണ് ചാടാനുള്ളൊരു ഭാഗം എനിക്ക് തോന്നുന്നു. CM ബാക്കിലുണ്ട്. ഞാൻ ഉടനെ എന്ത് ചെയ്തു, ഈ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് കോറിഡോർ കാണും. ഇതിൻ്റെ വഴിയുണ്ടല്ലോ, നടൻ വഴി, ഇതിൻ്റെ രണ്ടിൻ്റെയും അവിടെ പോയി ഞാനവിടെ നിർത്തി. ഇത് മദ്യപിച്ച് വിമാനത്തിൽ കയറ്റിവിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുക, ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുക, ഇത് എത്രമാത്രം അപകടകരമായ നിലയാണ്. ഇതൊരു ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ. വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഇവരെ അറസ്റ്റ് ചെയ്തു. ഇൻഡിഗോ അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ചത്തെയും അവരെ തടഞ്ഞ EP ജയരാജന് 3 ആഴ്ചത്തെയും വിമാനയാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ഇതോടെയായിരുന്നു EPയുടെ ഇൻഡിഗോ ബഹിഷ്കരണ പ്രഖ്യാപനം. ഒരു നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാത്ത ഒരു എയർ സർവീസായി പോയി ഇൻഡിഗോ. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ വിമാനത്തിൽ യാത്ര ചെയ്യില്ല എന്നുള്ള നിലപാടിലേക്ക് ഞാൻ എത്തുന്നത്. ഇവരുടെ വിമാനം ഇല്ലെങ്കിലൊക്കെ എനിക്ക് യാത്ര ചെയ്യാൻ അറിയാം.
ഞാൻ നടന്നു പോയാലും ഇവരെ വിമാനത്തിൽ കയറൂല. ആരോഗ്യപരമായ കാരണങ്ങളാൽ ട്രെയിൻ യാത്ര ബുദ്ധിമുട്ടായിരുന്ന ജയരാജന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കും തിരിച്ചുമുള്ള വിമാനയാത്രാ വഴിയാണ് അതോടെ അടഞ്ഞത്. ഇൻഡിഗോ അധികൃതർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനത്തിൽ നിന്ന് EP പിന്നോട്ട് പോയില്ല. മാസങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യ തിരുവനന്തപുരം കണ്ണൂർ സർവീസ് ആരംഭിച്ചതോടെയാണ് വീണ്ടും ജയരാജന് വിമാനയാത്ര സാധ്യമായത്. അതുവരെ ട്രെയിനായിരുന്നു ആശ്രയം. ഇപ്പോൾ 2 വർഷത്തിനു ശേഷമാണ് അദ്ദേഹം വീണ്ടും ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്തത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ തന്റെ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇൻഡിഗോ ബഹിഷ്കരണം EP ജയരാജൻ പിൻവലിച്ചതിനെ പരിഹസിച്ച് K മുരളീധരന്റെ പ്രതികരണം. അതായാലും നല്ലതാണ്. ഇന്ത്യക്ക് ഒരു പാസഞ്ചറിന്റെ കാശ് അധികം കിട്ടുമല്ലോ. ശബ്ദമായിരുന്നു പോയില്ല. അതിലൊന്നും അർത്ഥമില്ല. ഏതെങ്കിലും വിമാന കമ്പനികളോട് യുദ്ധം പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമില്ല. ഏതായാലും വളരെ വൈകിയാണെങ്കിലും അദ്ദേഹം യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് നന്നായി. CPM ജനറൽ സെക്രട്ടറിയുടെ മൃതദേഹം ഇന്ന് വൈകിട്ടോടുകൂടി ഡൽഹിയിലെ വീട്ടിലെത്തിക്കും. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനു വേണ്ടി കേരള നേതാക്കൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നാളെയാണ് പൊതുദർശനം AKG ഭവനിൽ ഉണ്ടാവുക. കൂടുതൽ വിവരങ്ങളുമായി R കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഇന്ന് വീട്ടിലെത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് JNUവിലേക്കും കൊണ്ടുപോകും എന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടല്ലോ. കിരൺ, കേൾക്കാമോ? സീതാറാം യെച്ചൂരിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി അദ്ദേഹത്തിന്റെ അന്ത്യദർശനം ഇന്ന് വൈകുന്നേരം ആദ്യം JNUവിലാണ്. അത് എയിംസിലാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ ഉള്ളത്. 3 മണിയോടുകൂടി എയിംസിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതശരീരം എടുക്കും. അദ്ദേഹത്തിന്റെ മൃതശരീരം എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകിയിരിക്കുന്നതിനാൽ അതിനുവേണ്ടിയുള്ള പ്രൊസീജിയറുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രൊസീജിയറുകളെല്ലാം ഇന്നലെ തന്നെ പൂർത്തിയാക്കിയതായി എയിംസ് ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് എയിംസിൽ നിന്ന് മൃതദേഹം എടുത്തു കഴിഞ്ഞാൽ ആദ്യം JNUവിന്റെ സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ അല്പസമയം അന്ത്യദർശനത്തിന് വേണ്ടി വെക്കും. JNUവിൽ നിന്ന് 1975, 76, 77 കാലത്തിലൊക്കെ JNUവിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്ന ഏറ്റവും കരുത്തനായ നേതാവാണ് സീതാറാം യെച്ചൂരി. എല്ലാ കാലത്തും JNUവിൽ നിന്ന് ഉയരുന്ന ആശയപരമായ വലിയ സമരങ്ങൾക്ക് പിന്തുണ നൽകുകയും അതിനൊപ്പം നിൽക്കുകയും വിദ്യാർത്ഥികൾക്കൊപ്പം ഈ 70-ാം വയസ്സിലടക്കം വിദ്യാർത്ഥികളുടെ സമരത്തിനൊപ്പം ചെന്ന് അവർക്ക് പിന്തുണയൊക്കെ നൽകുന്ന നേതാവ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്ക് സീതാറാം യെച്ചൂരിയോട് വൈകാര്യമായ ഒരു അടുപ്പമുണ്ട്. അതുകൊണ്ടാണ് അവിടെ പൊതുദർശനം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വസന്തകുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഫ്ളാറ്റാണ്. അവിടേക്ക് അങ്ങനെ കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം വീട്ടുകാർക്ക് മാത്രമായിരിക്കും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാനാവുക. അതിനുശേഷം നാളെ രാവിലെ 10 മണി മുതലാണ് AKG ഭവനിൽ പൊതുദർശനം ഉണ്ടാകുക. AKG ഭവനിലേക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പാർട്ടികളുടെ നേതാക്കൾ, CPMന്റെ നേതാക്കൾ, അണികളടക്കം നിരവധി പേർ എത്തിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഡൽഹിയിലെത്തും. EP ജയരാജനും PK ശ്രീമതിയും പോലുള്ള നേതാക്കളൊക്കെ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. KN ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാർ നാളെ രാവിലെ ഡൽഹിയിലെത്തും. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മന്ത്രിമാരും നേതാക്കളും ഒക്കെ എത്തുന്നുണ്ട്. അവരുടെ അന്തിമോപചാരത്തിന് ശേഷം നാളെ വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് മൃതദേഹം എയിംസിന് കൈമാറുന്നത്. ശരി, കിരൺ ബോബാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്ന് കുഴിച്ചു മൂടിയ കേസിൽ പ്രതികളെ ചോദ്യം ചെയ്യുകയാണ്. പ്രതികളായ മാത്യൂസിനെയും ശർമിളയെയും ഇന്നലെ രാത്രിയാണ് കർണാടക മണിപ്പാലിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പിടികൂടിയത്. 2 പ്രതികളും ചേർന്നാണ് സുഭദ്രയെ നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമണത്തിൽ സുഭദ്രയുടെ വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കൊലപാതകത്തിൽ മാത്യൂസും ശർമിളയും മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പോലീസ് പറയുന്നു. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയായിരുന്നു കൊലപാതകമെന്നും പോലീസ് പറഞ്ഞു. കരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കലവൂർ കോർട്ടുശ്ശേരിയിൽ വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്നലെ ഉച്ചയ്ക്ക് ആണ് കർണാടകയിൽ നിന്ന് പ്രതികൾ പിടിയിലാകുന്നത്. കർണാടകയിലെ മണിപ്പാലിൽ നിന്നാണ് ഇരുവരെയും, അതായത് മുഖ്യ പ്രതികളായ മാത്യുവിനെയും ഷർമിളയെയും ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘം പിടികൂടുന്നത്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തുമെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള സംഘം അവിടെ ഇവർക്കായി കാത്തു നിൽക്കുകയായിരുന്നു. പിന്നീടാണ് ഈ ഷർമിളയുടെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും ഇവർ പോലീസ് പിടിയിലാവുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിൽ പ്രധാനമായി പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം കൊലപാതകം നടന്നത് 7-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് എന്നുള്ളതാണ്. വൈകിട്ട് 6 മണിയുടെ അടുത്താണ് സുഭദ്ര കൊല്ലപ്പെട്ടതെന്നുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികൾ വെളിപ്പെടുത്തിയത് ഇരുവരും ചേർന്നാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ചവിട്ടിയും ഒപ്പം തന്നെ കഴുത്ത് ഞെരിച്ചുമാണ് കൊല ചെയ്തിട്ടുള്ളത്.
രണ്ടുപേരും ഇത്തരത്തിൽ സുഭദ്രയെ ആക്രമിച്ചു എന്നുള്ള കാര്യങ്ങൾ അവർ പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ചവിട്ടിൽ സുഭദ്രയുടെ വാരിയലിന്റെ ശരീരത്തിന്റെ രണ്ട് ഭാഗത്തിന്റെയും വാരിയലുകൾ പൂർണ്ണമായി തകർന്നിരുന്നു. കഴുത്തിലെ സരുണാസ്ഥി തകർത്ത് കാറ്റ്ലേജ് തകർന്നു പോകുന്ന സാഹചര്യം, കഴുത്തൊടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മരണശേഷം സുഭദ്രയുടെ ഇടത് കൈ ഒടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് കൊലപാതകമെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ആദ്യം പറയണത് കൂടുതൽ പറയാനായിട്ടില്ല, കാരണം പ്രതി അറിയാലോ 2 മണിക്കൂറായിട്ടുള്ള ഇവിടെ എത്തിയിട്ട്. അപ്പോൾ ആ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ മനസ്സിലാവുന്ന ആ 2 പ്രതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടതെന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റേതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ അന്വേഷിക്കാനുണ്ട്. തെളിവെടുപ്പ് ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം മർഡർ ഫോർ കേസ്. സുഭദ്രയിൽ നിന്ന് കവർന്നെടുത്ത സ്വർണം ഇവർ ഉടുപ്പിയിലും ആലപ്പുഴയിലുമായി വിറ്റിട്ടുണ്ട് എന്നുള്ള കാര്യവും പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല എറണാകുളത്ത്, അതായത് മൃതദേഹം ചൊവ്വാഴ്ച ആലപ്പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത് വരെ എറണാകുളത്താണ് ഇവർ ഒളിവിൽ താമസിച്ചിരുന്നത്. എന്തായാലും കടവന്ത്ര പോലീസ് മിസ്സിംഗ് കേസായി അന്വേഷിച്ച ഒരു കേസാണ് പിന്നീട് ചൊവ്വാഴ്ചയോടുകൂടി ആലപ്പുഴയിൽ മണ്ണഞ്ചേരി പോലീസ് സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തുന്നതോടെ ഒരു കൊലപാതകത്തിലേക്ക് മാറിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്ന ഘട്ടത്തിൽ ക്രൂരമായ കൊലപാതകമാണ് വയോധികയുടേത് എന്നുള്ള വിവരങ്ങളും ലഭ്യമായിരുന്നു. തുടർന്നാണ് അന്വേഷണ സംഘം ഇവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു തിരച്ചിലിനൊടുവിലാണ് പ്രതികൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഈ കേസിലെ കണ്ടെത്തൽ എന്ന് പറയുന്നത് സ്വർണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊല നടന്നത് എന്നുള്ളതാണ്. 7-ന് വൈകിട്ട് ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ അവരുടെ മൃതശരീരം മറവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഷർമിള ഇത്രയും നാൾ ഉടുപ്പി സ്വദേശിനിയാണ് എന്നുള്ള വിവരമായിരുന്നു. എന്നാൽ ഷർമിള എറണാകുളം സ്വദേശിനിയാണ്. എറണാകുളം തോപ്പമ്പടി സ്വദേശിനിയാണ്. 6 വയസ്സ് വരെ എറണാകുളത്ത് ജീവിക്കുകയും പിന്നീട് അമ്മയ്ക്ക് ജോലി കിട്ടിയതിനെ തുടർന്നാണ് ഇവർ ഉടുപ്പിയിലേക്ക് താമസം മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ ഉടുപ്പിയിൽ ബന്ധുക്കൾ ആരുമില്ല, ചില സുഹൃത്തുക്കൾ മാത്രമാണ് ഷർമിളയ്ക്ക് ഇപ്പോൾ ഉടുപ്പിയിൽ ഉള്ളത്. ഇനിയും വിവരങ്ങൾ, അതായത് അന്വേഷണ സംഘത്തിന് സാമ്പത്തിക ഇടപാടുകളെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുമൊക്കെ ഒരുപാട് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് തേടാനായുണ്ട്. ഇന്ന് തന്നെ വൈകിട്ട് മറ്റ് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി റിമാൻഡ് നടപടികളിലേക്ക് കടക്കും. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ADGP MR അജിത് കുമാറിനെതിരായുള്ള പരാതിയിൽ അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. PV അൻവർ നൽകിയ പരാതിയാണ് അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ MR അജിത് കുമാറിന്റെ മൊഴിയെടുത്തിരുന്നു. എന്നാൽ ഇങ്ങനെ മൊഴിയെടുത്തതിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷണ സംഘം ചോദിച്ചിട്ടില്ല. ഇങ്ങനെയൊരു പരാതി വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ഇനിയും MR അജിത് കുമാറിന്റെ മൊഴിയെടുക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. അതിൽ RSS കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള മൊഴിയും ഉണ്ടാകുവാനാണ് സാധ്യത. PV അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളെന്നാണ് ADGP അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. PV അൻവർ നൽകിയ പരാതിയേക്കാൾ ഉപരി സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുന്നത് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരവും അതിന്മേൽ ഉയർന്ന പരാതിയുമാണ്. ഇക്കാര്യത്തിൽ ഏതു തരത്തിലുള്ള അന്വേഷണമാകും ഉണ്ടാവുക എന്നത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി ഘടകകക്ഷി നേതാക്കൾക്ക് ഇക്കാര്യം അന്വേഷിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം PV അൻവറും DGPക്ക് ഇത് സംബന്ധിച്ച് രേഖാമൂലം കത്ത് നൽകി. അതേസമയം ആദ്യം നൽകിയ പരാതിയിൽ മൊഴിയെടുപ്പ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായിട്ടുണ്ട്. അജിത് കുമാറിന്റെ മൊഴിയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഇതിൽ അജിത് കുമാർ വ്യക്തമാക്കിയത് PV അൻവറിന് പിറകിൽ മാഫിയ സംഘങ്ങളുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘങ്ങളും തീവ്രവാദ ബന്ധമുള്ളവരും ഉണ്ട് എന്ന കാര്യമാണ്. തൊട്ടു പിന്നാലെ ഈ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ ശേഷം PV അൻവർ തന്നെ രേഖാമൂലം DGPക്ക് ചില കത്തുകൾ നൽകി. ഇതിൽ ഒന്ന്, തനിക്ക് വധഭീഷണിയുണ്ട്, കുടുംബത്തിന് പോലീസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നതായിരുന്നു. മറ്റൊന്ന്, ഈ RSS ബന്ധം, RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നതാണ്. നേരത്തെ തന്നെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതിയും നൽകിയിരുന്നു. വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ നൽകുകയും സർക്കാർ ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവധിയിലുള്ള വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുക. കവടിയാറിൽ MR അജിത് കുമാർ നിർമ്മിക്കുന്ന കൊട്ടാര സദൃശ്യമായ
ഭവനം, അതിന് എവിടെ നിന്നാണ് സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പത്തിക ഉറവിടം എവിടെ നിന്നാണ്, ADGPയുടെ മറ്റ് സ്വത്തുവകകൾ, ഇതേക്കുറിച്ചുള്ള അന്വേഷണം, അതോടൊപ്പം തന്നെ സസ്പെൻഷനിലായ SP സുജിത് ദാസിന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നൽകിയ കത്തുകളിലും ഇക്കാര്യമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മറ്റു പലതും പറഞ്ഞ് തടി തപ്പുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. CPM-നെ സമ്പൂർണ്ണമായി നോക്കുകുത്തിയാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. RSSന്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞവരുടെ കലമുടച്ച് അന്ത്യകൂദാശയ്ക്ക് സമയമായിരിക്കുന്നുവെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആ ഭരണ സംവിധാനത്തിന് തന്നെ ഒരു ലക്കും ലഗാനും ഇല്ലാതെയാണ് ആ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ മറുപടി പറയാതെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തടി തപ്പുന്ന ഒരു സ്ഥിതിയാണ്. കുറച്ചു കാലമായിട്ട് അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളും തടി തപ്പുകയാണ്. കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, കള്ളക്കടത്ത്, സ്വജനപക്ഷപാതം, സ്വർണ്ണക്കടത്ത്, ഇതിനെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കൂട്ടുനിൽക്കുന്നു. ഇത് പുതിയ കാര്യമല്ല. ഇവിടെ സമ്പൂർണമായിട്ട് CPM-നെ നോക്കുകുത്തിയാക്കിയാണ്, അതിന്റെ നേതാക്കന്മാരെ നോക്കുകുത്തിയാക്കിയാണ് മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപ്പ് ഇവിടെ വേവൂല മോനെ RSSകാരാ എന്ന് പറഞ്ഞ ആ പാർട്ടി ഇതാ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ പരിപ്പ് RSSന്റെ പരിപ്പ് ഇവിടെ വേവില്ല, BJPയുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞവരുടെ കലമൊടച്ച് അതിന്റെ അന്ത്യകൂദാശ കേരളത്തിൽ സംജാതമായിരിക്കുന്നു. അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ നിയമസഭയിലെ കയ്യാങ്കളിക്കിടെ ഇടത് വനിതാ MLA-മാരെ കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് കോൺഗ്രസ് മുൻ MLA-മാർക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. കേസെടുത്തതിനെതിരെ മുൻ MLA-മാരായ MA വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ, K. ശിവദാസൻ നായർ എന്നിവർ നൽകിയ ഹർജിയാണ് പരിഗണിച്ചത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റേതാണ് ഉത്തരവ്. 2015 മാർച്ച് 13 ബജറ്റ് അവതരണത്തിനിടെയായിരുന്നു നിയമസഭയിലെ കയ്യാങ്കളി. വനിതാ നേതാക്കളായ KK ലതിക, ജമീല പ്രകാശം എന്നിവരെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. തടഞ്ഞുവെച്ചുവെന്നും പരാതിയുണ്ടായിരുന്നു. ഈ കേസിൽ കുറ്റപത്രം നൽകിയിരുന്നു അന്വേഷണ സംഘം. ഇതിനിടെയാണ് ഇപ്പോൾ ഹൈക്കോടതി വിചാരണ ആവശ്യമില്ല എന്നുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത്. പിറവത്ത് മിഷൈൽ ഷാജിയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന പിതാവിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകാൻ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2017 കാണാതായ മിഷൈൽ ഷാജിയുടെ മൃതദേഹം അടുത്ത ദിവസം കൊച്ചി കായലിൽ കണ്ടെത്തുകയായിരുന്നു. കാണാതായ ദിവസം മിഷൈൽ കലൂരിലെ പള്ളിയിലെത്തി മടങ്ങുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ മരണം ആത്മഹത്യയാണെന്നാണ് കണ്ടെത്തിയത്. മിഷൈലിന്റെ ശരീരത്തിലെ പരിക്കുകളെക്കുറിച്ച് ശരിയായ അന്വേഷണം നടന്നില്ലെന്ന് കാട്ടിയാണ് പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. സൈബർ തട്ടിപ്പിലെ പ്രധാന പ്രതി പിടിയിലായി. ഡൽഹി സ്വദേശിയായ പ്രിൻസ് പ്രകാശിനെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പ് നടത്തി നേടിയ പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുകയായിരുന്നു പ്രിൻസ്. സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 29 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ അറസ്റ്റ്. ഇയാളുടെ അക്കൗണ്ടിലൂടെ 4.5 കോടിയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തി. വ്യാജ CBI സംഘം ചമഞ്ഞ് വെർച്വൽ അറസ്റ്റും നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പ്രിൻസ് പ്രകാശ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം. DGP അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളെന്ന ADGPയുടെ മൊഴി. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അജിത് കുമാർ. കലവൂർ കൊലപാതകത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ ഇന്നലെ ആലപ്പുഴയിൽ എത്തിച്ചു. പ്രതികൾ പിടിയിലായത് ഇന്നലെ രാത്രി. ഡൽഹി മദ്യനയ കേസിൽ കേജ്രിവാളിന് ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷയിൽ സുപ്രീം വിധി ഇന്ന്. ജാമ്യം ലഭിച്ചാൽ ജയിൽ മോചിതനാകാം. CBI അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കും. സീതാറാം യെച്ചൂരിയുടെ സംസ്കാരം നാളെ. പ്രിയ സഖാവിന് വിട ചൊല്ലാൻ കേരള നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ. വൈകിട്ട് 6 മുതൽ ഡൽഹിയിലെ വസതിയിൽ പൊതുദർശനം.
ഇൻഡിഗോ വിമാനയാത്ര ബഹിഷ്കരണം അവസാനിപ്പിച്ച് ഇ.പി. ജയരാജൻ. യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇൻഡിഗോയിൽ ഡൽഹിയിലേക്ക്. ഇന്നലെ രാത്രി കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. ADGP M.R. അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ DGP. അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളെന്ന ADGPയുടെ മൊഴി. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അജിത് കുമാർ. കലവൂർ കൊലപാതകത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ ഇന്നലെ ആലപ്പുഴയിൽ എത്തിച്ചു. പ്രതികൾ പിടിയിലായത് ഇന്നലെ രാത്രി. ഡൽഹി മദ്യനയ കേസിൽ കേജ്രിവാളിന് ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി വിധി ഇന്ന്. ജാമ്യം ലഭിച്ചാൽ ജയിൽ മോചിതനാകാം. CBI അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കും. സീതാറാം യെച്ചൂരിയുടെ സംസ്കാരം നാളെ. പ്രിയ സഖാവിന് വിട ചൊല്ലാൻ കേരള നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ. വൈകിട്ട് 6 മുതൽ ഡൽഹിയിലെ വസതിയിൽ പൊതുദർശനം. ഇൻഡിഗോ വിമാനയാത്ര ബഹിഷ്കരണം അവസാനിപ്പിച്ച് ഇ.പി. ജയരാജൻ. യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇൻഡിഗോയിൽ ഡൽഹിയിലേക്ക്. ഇന്നലെ രാത്രി കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. ADGP M.R. അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ DGP. അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളെന്ന ADGPയുടെ മൊഴി. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അജിത് കുമാർ. കലവൂർ കൊലപാതകത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ ഇന്നലെ ആലപ്പുഴയിൽ എത്തിച്ചു. പ്രതികൾ പിടിയിലായത് ഇന്നലെ രാത്രി. ഡൽഹി മദ്യനയ കേസിൽ കേജ്രിവാളിന് ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി വിധി ഇന്ന്. ജാമ്യം ലഭിച്ചാൽ ജയിൽ മോചിതനാകാം. CBI അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കും. സീതാറാം യെച്ചൂരിയുടെ സംസ്കാരം നാളെ. പ്രിയ സഖാവിന് വിട ചൊല്ലാൻ കേരള നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ. വൈകിട്ട് 6 മുതൽ ഡൽഹിയിലെ വസതിയിൽ പൊതുദർശനം. ഇൻഡിഗോ വിമാനയാത്ര ബഹിഷ്കരണം അവസാനിപ്പിച്ച് ഇ.പി. ജയരാജൻ. യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇൻഡിഗോയിൽ ഡൽഹിയിലേക്ക്. ഇന്നലെ രാത്രി കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. ADGP M.R. അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ DGP. അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളെന്ന ADGPയുടെ മൊഴി. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അജിത് കുമാർ. കലവൂർ കൊലപാതകത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ ഇന്നലെ ആലപ്പുഴയിൽ എത്തിച്ചു. പ്രതികൾ പിടിയിലായ ട്രേഡ് യൂണിയൻ വിവാദങ്ങൾക്കിടെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ പുതിയ സംഘടനാ സംവിധാനം തേടുകയാണ്. നിലവിൽ ചാരിറ്റബിൾ ട്രസ്റ്റായി നിലനിൽക്കുന്ന സംഘടനയെ ട്രേഡ് യൂണിയൻ ആക്കാൻ സാധിക്കുമോ എന്നാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് ബി ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അമ്മ പിളർപ്പിലേക്ക് എന്ന വാർത്ത തള്ളിക്കളയുകയാണ്. നടനും നേരത്തെ അമ്മയുടെ ഭാരവാഹിയുമായിരുന്ന വിനു മോഹൻ. ബി ഉണ്ണികൃഷ്ണൻ തന്നെ 20 പേരുടെ വിവരങ്ങളും പുറത്തുവിടട്ടെ എന്നാണ് വിനു മോഹൻ പറഞ്ഞത്. ട്രാവൻകൂർ കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് അമ്മ. ഇത് ട്രേഡ് യൂണിയൻ ആക്കിയാൽ കൈനീട്ട വിതരണം ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷനുകളുമായി മുന്നോട്ടു പോകാൻ തടസ്സമുണ്ടാകും. അതിനാൽ പുതിയ സംഘടനാ സംവിധാനം തേടുന്നതിൽ ചില കാലതാമസം നേരിടും. അതേസമയം പിളർപ്പിലേക്കെന്ന് പറയാനാകില്ല എന്നും അമ്മയുടെ സ്വത്വവും അംഗത്വവും നിലനിർത്തിയാണ് നീക്കമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മുതിർന്ന താരങ്ങളുടെ അറിവോടെയാണ് 17 നടന്മാരും 3 നടിമാരും പല ഘട്ടങ്ങളിലായി ബി ഉണ്ണികൃഷ്ണനെ കണ്ടതെന്നാണ് വിവരം. അതിനെപ്പറ്റി ഒരു അറിവ് നമുക്കില്ല. പിന്നെ ആരാണ് സംസാരിച്ചിരിക്കുന്നത്, ഇപ്പം അമ്മയിലെ അംഗങ്ങളായിട്ടുള്ളവരാണോ, അത് പുറത്തുള്ള ആൾക്കാരാണോ, അംഗങ്ങളല്ലാത്ത ആൾക്കാരാണോ, ഇത് ആരാണ് സംസാരിച്ചിരിക്കുന്നത് എന്നെനിക്കറിയില്ല. പക്ഷെ അമ്മ അസോസിയേഷനെ സംബന്ധിച്ച് അസോസിയേഷനിൽ ആ തരത്തിൽ ഒരു രീതിയിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ വന്നിട്ടില്ല. ട്രേഡ് യൂണിയൻ എന്നത് സാധിക്കാത്ത സ്വപ്നമാണെന്ന്
അമ്മയുടെ താൽക്കാലിക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോയി മാത്യു പറഞ്ഞു. സംഘടനയിലെ മറ്റംഗങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയും ഒപ്പം സംഘടനയിലെ തന്നെ ചില നേതൃത്വം വഹിക്കുന്നവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ളൊരു രീതിയിലേക്ക് പോകാമോ എന്നുള്ളൊരു ആലോചന സംഘടനയിലെ തന്നെ ചില അംഗങ്ങളിൽ നിന്നും ഉയർന്നിരിക്കുന്നത്. ഷിംല സജൌലി മസ്ജിദ് പരിസരത്ത് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നഗരത്തിലെ 7 വാർഡുകളിലാണ് നിയന്ത്രണം കർശനമാക്കിയിട്ടുള്ളത്. മസ്ജിദിന്റെ അനധികൃത ഭാഗം പൊളിച്ചു നീക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ക്ഷേമസമിതി പ്രതിനിധികൾ നഗരസഭയെ സമീപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ സഞ്ജൌലിയിൽ മുസ്ലിം പള്ളിയുടെ ഭാഗം പൊളിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം ശക്തമാകുന്നതിനിടെയാണ് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. നഗരത്തിലെ 7 വാർഡുകളിലാണ് സെക്ഷൻ 163 പ്രകാരം നിയന്ത്രണങ്ങൾ കർശനമാക്കിയത്. ജില്ലാ മജിസ്ട്രേറ്റ് അബൂർ ദേവ്ഗൺ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. ഇതുപ്രകാരം സഞ്ജൌലി മസ്ജിദ് പരിസരത്ത് 5 അതിലധികമോ വ്യക്തികളുടെ ഒത്തുചേരലുകൾ ഒഴിവാക്കണമെന്നാണ് അറിയിപ്പ്. കൂടാതെ തോക്ക്, വടി, മഴു, സൈക്കിൾ ചങ്ങല, അരിവാൾ, വാൾ തുടങ്ങിയവ കൈമാറ്റം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. എന്നാൽ പ്രദേശത്തിപ്പോഴും പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സമരക്കാർ പോലീസുകാർക്ക് നേരെ കല്ലെറിയുകയും ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ കശേരി പരിക്കേറ്റ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നില ഗുരുതരമാണ്. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 6 FIRകളാണ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം മസ്ജിദിന്റെ അനധികൃത ഭാഗം മുദ്രവെക്കുകയോ പൊളിക്കുകയോ ചെയ്യണമെന്ന ആവശ്യവുമായി മുസ്ലിം ക്ഷേമസമിതിയുടെ പ്രതിനിധികൾ ഷിംലയിലെ മുനിസിപ്പൽ കോർപ്പറേഷനെ സമീപിച്ചു. മസ്ജിദിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാരും ഹിന്ദു സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് നടപടി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശു മരണം. മേലേമുള്ളി ഊരിൽ ശാന്തി മരുതൻ ദമ്പതികളുടെ 1 ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയാണ്. ഇന്ന് പൂരാടം. ഓണാഘോഷത്തിന്റെ നിറവിൽ മലയാളികൾ. ഓണക്കാലത്ത് 600 കോടി രൂപയുടെ വിൽപ്പന ലക്ഷ്യമിട്ട് ഗോപു നന്ദിലത്ത് ജിമാർട്ട്. മെഴ്സിഡീസ് ബെൻസ് കാർ ഉൾപ്പെടെ സമ്മാനങ്ങളുമായാണ് വിപണി പിടിക്കാൻ ഗോപു നന്ദിലത്ത് ജിമാർട്ട് എത്തുന്നത്. എല്ലാ ബില്ലുകളിലും ഓഫറുകൾ ലഭ്യമാണ്. ബെൻസ ഓഫറിലൂടെ നിരവധി സമ്മാനങ്ങളുമായി ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ് ഗോപു നന്ദിലത്ത് ജിമാർട്ട്. ഈ ഓണക്കാലത്ത് 600 കോടിയുടെ വിൽപ്പന ലക്ഷ്യമിടുന്ന ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഒരു മെഴ്സിഡസ് ബെൻസ് കാറും 5 മാരുതി എസ്പ്രസോ കാറുകളും സമ്മാനമായി നൽകുന്നുണ്ട്. വിൽപ്പനയിലും വിൽപ്പനാനന്ദ സേവനത്തിൽ മികച്ചു നിൽക്കുന്ന ഗോപു നന്ദിലത്ത് ജിമാർട്ട് എല്ലാ ജില്ലകളിലും കേരളത്തിലെ ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഇന്ന് സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ ഓണ സ്കീമായ ബെൻസ ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമർക്ക് നറുക്കെടുപ്പിലൂടെ ബെൻസ് കാർ സമ്മാനമായി നൽകുന്നു. കൂടാതെ 5 മാരുതി എസ്പ്രസോ കാറുകളും ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്നു. ഇതെല്ലാം ഗോപു നന്ദിലത്ത് ജിമാർട്ടിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ 3/4 പങ്കും ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ആയിട്ടും എക്സ്റ്റൻഡർ വാറണ്ടി ആയിട്ടും അഡീഷണൽ ഓഫറുകളായിട്ടും കൈനിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഗോപു നന്ദിലത്ത് ജിമാർട്ട് നൽകുന്നത്. ഇക്കാലയളവിലുള്ള എല്ലാ ബില്ലുകളിലും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ്. കസ്റ്റമേഴ്സിനായി നമ്മൾ ഓണക്കാലത്ത് നല്ല ഓഫേഴ്സാണ് കൊടുക്കുന്നത്. ക്യാഷ് ബാക്ക് ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. ഇത് മൊബൈലും ലാപ്ടോപ്പും കൂടാണ്ട് അപ്ലയൻസിലാണെങ്കിലും നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് എല്ലാ കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ് ടു 15,000 വരെയുള്ള ക്യാഷ് ബാക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതുകൂടാണ്ട് EMI സൗകര്യം നമ്മുടെ ബജാജ് ഫിനാൻസ്, HDB, IDFC ഫിനാൻസ് സൗകര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് ഈ ഓണക്കാലത്ത് എന്താ പറയുക, പൈസ അധികം ചിലവാക്കാണ്ട് EMI വഴി വാങ്ങാൻ സാധിക്കും. അതുപോലെ വലിയൊരു പ്രൊഡക്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ക്യാഷ് ബാക്കിലൂടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കും. ഓരോ 30 കിലോമീറ്ററിലും ഒരു ഷോറൂം എന്നതാണ് ലക്ഷ്യം. ഡിസംബറിനുള്ളിൽ 10 ഷോറൂമുകൾ കൂടി തുറക്കും. മൊബൈൽ ഫോൺ രംഗത്ത് കൂടുതൽ ശ്രദ്ധ നൽകുന്നതിലൂടെ വിറ്റുവരവ് 2500 കോടിയാകുമെന്നാണ് പ്രതീക്ഷ.
കമ്പനികളിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനാൽ ലാഭത്തിന്റെ പങ്ക് ഉപഭോക്താക്കളുമായി പങ്കുവയ്ക്കുന്നതായും ഗോപു നന്ദിലത്ത് പറഞ്ഞു. 41 വർഷമായി ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ തുടരുന്നു. അപ്പോൾ ഇതിനോടകം നമുക്ക് 54 ഷോറൂംസായി. ഓരോ ഓണത്തിനും നമ്മൾ എക്സ്പാൻഷൻ ചെയ്യാറുണ്ട്, ഓരോ വർഷവും നമ്മൾ എക്സ്പാൻഷൻ ചെയ്യാറുണ്ട്. ഇത്തവണയും നമ്മൾ എക്സ്പാൻഷൻ്റെ ഫേസിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ 30 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ഗോപു നന്ദിലത്ത് ജിമാർട്ട് എന്ന ആശയത്തോടുകൂടിയാണ് നമ്മൾ മുന്നേറുന്നത്. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ്സ് എല്ലാം ലോകോത്തര നിർമ്മിത ബ്രാൻഡുകളാണ്. എല്ലാം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുമാണ് ഗോപു നന്ദിലത്ത് ജിമാർട്ടിലുള്ളത്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഇപ്പം മൊബൈൽസ് തൊട്ട് ഹോം അപ്ലയൻസസ് തൊട്ട് കിച്ചൺ അപ്ലയൻസസ് വരെ, ഇപ്പം എന്തിനധികം ക്രോക്കറി വരെ ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഇന്ന് ഡീൽ ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ ലഭിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6825, പവന് 54,600. 18 ക്യാരറ്റ് ഗ്രാമിന് 5660, പവന് 45,280. വെള്ളി ഗ്രാമിന് 93, കിലോയ്ക്ക് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്.